ഹായ് ഡിയേഴ്സ്, എല്ലാവരും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലേ. ഇത് പക്ഷേ ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കണത് ക്രിസ്മസ് ട്രീ ഊരുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ ഊരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക വിഷമമാണ്. ഇനി ഒരു വർഷം കാത്തിരിക്കണമല്ലോ ഇതുപോലെ ട്രീ ഉണ്ടാക്കാനെന്ന്. ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ കൂടിയാണ് ഡിസംബറേ. എന്താണെന്നറിയില്ല, പക്ഷേ എന്തോ സന്തോഷമാണ് ഡിസംബർ എന്ന് പറയുമ്പോൾ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്മസ് ട്രീ ഇതെല്ലാം ഊരിയപ്പോണ്ടല്ലോ വല്ലാത്തൊരു വിഷമം ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കാനാട്ടെ. അപ്പം ഇതെല്ലാം ഞാൻ എല്ലാം ഊരി എടുത്തേട്ടോ, എല്ലാം ഊരി എല്ലാം കവറിലാക്കി. ഇനി നമുക്ക് അടുത്ത വർഷം ഇടാനായിട്ട് എല്ലാം സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇതുവരെ കഴിഞ്ഞ തവണ ഞാൻ സൂക്ഷിച്ച് വെച്ചായിരുന്നു. അങ്ങനെ എല്ലാ തവണ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പക്ഷേ കുറച്ച് ഞാൻ എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വന്നായിരുന്നു. എന്നാലും ഒക്കെ എല്ലാം വീണ്ടും ഞാൻ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പം അടുത്ത വർഷം ഇതിൽ നല്ല പുൽക്കൂട് ഉണ്ടാക്കാം, ഇതിൽ നല്ല ട്രീ ഉണ്ടാക്കാം എന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലാണ് ഇതൊക്കെ എടുത്ത് പറക്കി വെക്കണത് കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചെന്നെ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ പറക്കി വെക്കാനും കേട്ടോ. അപ്പോൾ അവന് ഇതിൻ്റെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാൻ അത് വെച്ച് കാണിച്ചാണേ. അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ അമ്മ അത് ഊരി അത് വെക്കണ്ട, ഊരാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് ഊരി. പിന്നെ ഇതൊക്കെ കൊച്ചു കൊണ്ടുവന്നു കേട്ടോ. കൊച്ചു വെക്കേഷൻ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതും എല്ലാം പ്രത്യേകം കവറിലാക്കി വെച്ച് സൂക്ഷിച്ച് വെക്കുവാണേ. ഇതെല്ലാം ഇനി അടുത്ത വർഷം നമുക്ക് എടുത്ത് കാണിക്കാം, എടുത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നെ പോലെ ഇങ്ങനെ വിഷമം തോന്നാറുണ്ടോ? ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ അടിക്കുമ്പോൾ പുൽക്കൂടൊക്കെ അഴിച്ചു മാറ്റുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.